നോക്കാം, ഒന്ന് കട്ടായപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നമാ നുത്യമക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നു, ലിവജിഹില്ല. വജ്ഹ് എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞല്ലോ അല്ലേ, തൃപ്തി അല്ലെങ്കിൽ എന്താണ്, പ്രീതി. ലാ നുരീദു, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല, മിൻകും, നിങ്ങളിൽ നിന്ന്, ജസാഅൻ, ഒരു പ്രതിഫലവും, വല ശുക്കൂറ, ഒരു നന്ദിയും. അപ്പോൾ നമ്മൾ സാധാരണ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, ഒരാൾക്ക് ഒരു നന്മ ചെയ്ത് കഴിയുമ്പോൾ അയാൾ ഒരു നന്ദി പറയണം അല്ലേ, ശുക്രൻ എന്ന് അയാൾ പറയണം, അല്ലെങ്കിൽ താങ്ക്സ് എന്ന് അയാൾ പറയണം, അല്ലെങ്കിൽ നന്ദി എന്ന് പറഞ്ഞിങ്ങനെ കൈകൂപ്പി നിൽക്കണം നമ്മുടെ മുമ്പിൽ. ഇതൊരു എന്താ, ഇന്ന് നിലവിലുള്ള ഒരു സമ്പ്രദായം അങ്ങനെയല്ലേ. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാൾ നമ്മുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കണം, നന്ദി എന്ന് പറയണം, എന്താണ്, ശുക്രൻ എന്ന് പറയണം. നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ യഥാർത്ഥ പുണ്യവാന്മാർ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെന്തൊരു നല്ല മനസ്സാണ് അതല്ലേ എന്ന് ആലോചിക്കുക നിങ്ങൾ. എന്നാൽ ആ സഹായം ലഭിച്ചവന് ഒരു കടമയുണ്ട്. ആ സഹായം ലഭിച്ചവൻ ഒരു നന്ദി പറയൽ, ഈ സഹായം തന്നവർക്ക് വേണ്ടി ദുആ ചെയ്യൽ ഒക്കെ അവൻ്റെ കടമയാണ്. പക്ഷേ അവൻ അവൻ്റെ കടമ ചെയ്തോ ഇല്ലയോ എന്ന് ഞാൻ നോക്കുന്നില്ല. ഞാൻ പടച്ചവൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പാവങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് ഞാൻ സദക്ക ചെയ്യുന്നു. ഇതൊരു വലിയ മനസ്സാണിത്. ഈ മനസ്സുണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. എല്ലാവർക്കും ആ മനസ്സുണ്ടാവില്ല. മിക്ക ആളുകളും പറയുന്നത് കേൾക്കാം, ഞാൻ അവനെ സഹായിച്ചത് കൊണ്ടാണ് അവനിപ്പോൾ ഇത്രയും ആയത്, ഞാൻ അവനെ അന്ന് സഹായിച്ചത് കൊണ്ടാണ് അവനിപ്പോൾ ഇത്രയൊക്കെ ആയത്. എന്നിട്ട് എന്നെ കാണുമ്പോൾ അവനൊരു നന്ദി പോലും പറയുന്നില്ല. എന്നെ കാണുമ്പോൾ അവനൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കൈകൂപ്പി എങ്കിലും നിൽക്കുന്നില്ല. ഇതൊക്കെയാണ് മിക്കവരുടെയും പരാതി. പക്ഷെ യഥാർത്ഥ അബ്റാറിയങ്ങളായ പുണ്യവാന്മാരായ ആളുകൾ അങ്ങനെയൊന്നും അല്ല. അവർ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്, മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ നന്മ ചെയ്യാനുള്ള വിശാലമായ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പം അത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ചർച്ച നിങ്ങൾ മറന്നു പോകരുത്. ചർച്ച എന്ന് പറഞ്ഞാൽ ഇന്നൽ അബ്റാറ, അതാണ് ചർച്ച. തീർച്ചയായും പുണ്യവാന്മാർ, നമ്മുടെ ചർച്ച അതാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് വരാം. ഇന്ന നഖാഫു, ഇന്ന തീർച്ചയായും ഞങ്ങൾ, നഖാഫു ഞങ്ങൾ ഭയപ്പെടുന്നു, മിർ റബ്ബിന ഞങ്ങളുടെ നാഥനിൽ നിന്ന്, ഞങ്ങളുടെ നാഥനിൽ നിന്ന് ഞങ്ങൾ പേടിക്കുന്നു, യൗമൻ ഒരു ദിവസത്തെ, അബൂസൻ, അബൂസൻ എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു ദിവസത്തെ ഞങ്ങൾ പേടിക്കുന്നു. കം തരീറ, കം തരീറ എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമായ, വളരെ ദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങൾ പേടിക്കുന്നു. ഇന്നാ നഖാഫു തീർച്ചയായും ഞങ്ങൾ പേടിക്കുന്നു, മിർ റബ്ബിന ഞങ്ങളുടെ റബ്ബിൽ നിന്ന്, യൗമൻ ഒരു ദിവസത്തെ, അബൂസൻ ആ ദിവസത്തിൻ്റെ പ്രത്യേകത അബൂസാണ്. അബൂസ്, അബൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? അബൂസ് ഭീകരമായ എന്ന് പറയാം അല്ല, ഭീകരമായ. പിന്നെയോ
നമ്മൾ സാധാരണ അർത്ഥം പറയുമ്പോൾ ഘോര വിപത്ത് എന്നൊക്കെ പറയും. പിന്നെ കം തരീറ എന്ന വാക്കുണ്ട്. കം തരീറ എന്ന് പറഞ്ഞാൽ അർത്ഥം ദുസ്സഹമായത് എന്നാണ്, എടങ്ങേറ് പിടിച്ചത് എന്നൊക്കെ അർത്ഥം. ഇതാണ് അബ്റാറീങ്ങളുടെ ലക്ഷണം. നിങ്ങൾക്ക് എണ്ണി പറയാൻ സാധിക്കുമോ അബ്റാറീങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന്? അള്ളാഹു എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവിടെ നിസ്കാരം പറഞ്ഞില്ല, നോമ്പ് പറഞ്ഞില്ല, സക്കാത്ത് പറഞ്ഞില്ല, ഹജ്ജ് പറഞ്ഞില്ല. എന്താ അത് പറയാതിരുന്നേ? അതൊക്കെയല്ലേ പറയേണ്ടത്. എന്തുകൊണ്ടാണ് നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നമസ്കാരം, സുന്നത്ത്, റവാത്തീബ്, ഫർള് ഒന്നും പറയാതിരുന്നേ? ദിക്ർ, സുബ്ഹാനല്ലാ ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊന്നും പറയാതെ പുണ്യവാന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതിപ്പോൾ? നേർച്ച പൂർത്തീകരിക്കുന്നു. അവിടെ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. 7-ാമത്തെ ആയത്ത് കണ്ടോ? യൂഫൂന ബിൻ നദിർ, നേർച്ച പൂർത്തീകരിക്കുന്നു. അവിടെ ഈ സംഗതി അടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ആഹാരം കൊടുക്കുന്നു. ഏത് കർമ്മം, ഇത് ആഹാരം മാത്രമല്ല, ഏത് കർമ്മം, ഒരു സൽക്കർമ്മം അവർ ചെയ്താലും അവരെന്താണ് ആഗ്രഹിക്കുക? അതെ, വേറെ ഒന്നും. മറ്റുള്ളവരെ നന്ദി പറയണം, മറ്റുള്ളവരെന്നെ കാണുമ്പോൾ ആദരിക്കണം, ബഹുമാനിക്കണം, ഇതൊന്നും അവർക്ക് അവരുടെ അജണ്ടയിൽ ഇല്ല. ഒന്നും അങ്ങനെ ആദരിക്കുന്നവരൊക്കെ ആദരിച്ചോട്ടെ, അതൊക്കെ വേണമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷേ ഇവരുടെ അജണ്ടയിൽ അങ്ങനെ ഒന്നും ഇല്ല. എന്നെ കാണുമ്പോൾ ആദരിക്കുക. പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തു, ആ കർമ്മം ചെയ്തു കഴിഞ്ഞു. ഈ ആൾക്കാർ ഫോട്ടോ വച്ച് അച്ചടിച്ച് പേപ്പറിലൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി, ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായി. അതൊന്നും ഇവരാഗ്രഹിക്കുന്നില്ല. അതൊക്കെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ. പക്ഷേ ഇവർ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ആഗ്രഹിച്ചത്. അത് മാത്രം അവർക്ക് മതി. വേറെ ഒരു സാമൂഹ്യമായ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാറ്റസും അവർക്ക് ആവശ്യമില്ല. അവരങ്ങനെ ആഗ്രഹിക്കുന്നേ ഇല്ല. പിന്നെ അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞ ലാസ്റ്റ് 10-ാമത്തെ ആയത്തിൽ അവർ പടച്ചവൻ്റെ ആ ദിവസത്തെ അഥവാ ഖിയാമത്ത് നാളിനെ, അതായത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ആ ദിവസത്തെ ഇന്ന നഖാഫു എന്ന് പറഞ്ഞ് ഞങ്ങൾ പേടിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവർക്ക് അഹങ്കാരമല്ല ഉണ്ടായത്, പിന്നെ എന്താണ്? പേടിയാണ്. നമ്മളങ്ങനെയല്ലല്ലോ. നമ്മളെന്താ ചെയ്യാറ്? ഒരുപാട് അമൽ ചെയ്തിട്ട് നമ്മൾ പറയും എൻ്റെ അടുത്ത് ഒരുപാട് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു നന്മയിൽ ഊറ്റം കൊള്ളൽ എന്ന് പറയും. നന്മയിൽ ഊറ്റം കൊള്ളൽ. പക്ഷെ ഇവരങ്ങനെയല്ല. എത്ര സൽക്കർമ്മം ചെയ്തിട്ടും എത്ര നന്മ ചെയ്തിട്ടും അവരെ ഉള്ളിൽ ഒരു പേടി സൂക്ഷിക്കുന്നു. ആ പേടി എന്താണ്? റബ്ബിൻ്റെ മുമ്പിൽ രക്ഷയില്ലാത്ത കം തരീറായ അബൂസായ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഒരുതരം പെടയ്ക്കുന്ന മനസ്സവർക്കുണ്ട്. എന്നാൽ അവർക്ക് ആശ്വാസമുണ്ട്. പക്ഷെ അവരുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമായിരിക്കും. ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളും ഈ ഗണത്തിൽപ്പെട്ടവരാണ്. ഈ പറയപ്പെട്ട ഗുണങ്ങൾ നമുക്കില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇനി അടുത്ത ആയത്തിലേക്ക് വരാം. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നളറതൻ വസുറൂറാ വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം, ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഫവഖാഹുമുല്ലാ, വഖാഹുമുല്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഈ വഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാത്ത് രക്ഷിച്ചു എന്നാണ്. കാത്ത് രക്ഷിച്ചു, സംരക്ഷിച്ചു. അള്ളാഹു അവരെ, അള്ളാഹു എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഫവഖാഹുമുല്ലാഹു, അള്ളാഹു അവരെ കാത്ത് രക്ഷിച്ചു. ഫ എന്ന വാക്ക് ആദ്യമുണ്ട്. ഫ എന്ന് പറഞ്ഞാൽ അതിനാൽ. അതിനാൽ എന്ന് പറഞ്ഞാൽ ഈ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായതുകൊണ്ട്. ആദ്യം എങ്ങനെ മ്യൂട്ടാക്കാത്തവരെ മ്യൂട്ടാക്കിയ കേട്ടോ. നിങ്ങൾ സംശയം ചോദിക്കുമ്പോൾ മാത്രം
ഓണാക്കിയാൽ മതി. കാരണം നിങ്ങളുടെ അവിടെയുള്ള മുഴുവൻ സൗണ്ടും ഇവിടെ കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫ വക്കാഹുമുള്ള, ഫ എന്ന വാക്ക് അവിടെ ആദ്യം പഠിക്കുക. ഫ എന്ന് പറഞ്ഞാൽ അതിനാൽ. ഇവിടെ അതിനാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ മേൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു, യഥാർത്ഥ പുണ്യവാന്മാരായിട്ട് മാറി. അതുകൊണ്ട് വക്കാഹുമുല്ലാഹു, അള്ളാഹു അവരെ കാത്തു രക്ഷിച്ചു. ഷർറ, നാശത്തിൽ നിന്ന്. ദാലിക്കൽ യൗമി, ആ ദിവസത്തിൻ്റെ. എന്നാലോചിച്ച് നോക്കി, അവർക്ക് അതായത് നമ്മളിപ്പോൾ പുണ്യവാന്മാരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ കാത്തു രക്ഷിക്കും പടച്ചവൻ. ആ ദിവസം എല്ലാവരും ഇടങ്ങേറിലായിട്ട് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു സഹായം നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഫവക്കാഹുമുല്ലാഹു ഷർറ ദാലിക്കൽ യൗമി, ആ ദിവസത്തിൻ്റെ നാശത്തിൽ നിന്ന്. അതിനാൽ അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിച്ചു. വലഖാഹും, അവൻ അവർക്ക് നൽകുകയും ചെയ്തു. വലഖാഹും, അഫവക്കാഹും അതിൻ്റെ അതേ അർത്ഥം തന്നെ. അവരെ കാത്തുരക്ഷിച്ചു, അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്തു. നെളിറത്തൻ, നെളിറത്ത് എന്ന് പറഞ്ഞാൽ പ്രസന്നത, സുറൂറ, സന്തോഷം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല പ്രസന്നതയായിരിക്കും. വെട്ടിത്തിളങ്ങുന്ന ഈ പ്രസന്നത എന്ന് പറയുമ്പോൾ നല്ല സന്തോഷത്തിൻ്റെ മുഖഭാവം ഉണ്ടല്ലോ. കറുത്ത് കരിവാളിച്ച ഒരു മുഖമുണ്ട്, അതല്ല ഉണ്ടാവുക, പ്രസന്നതയാണ്. പിന്നെ സുറൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം, നല്ല സന്തോഷം ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ ഈ ലോകത്ത് അവർ പേടിച്ചുകൊണ്ടാണ് ജീവിച്ചത്. പടച്ചവനെ, നാളെ എന്തായിരിക്കും അവസ്ഥ എന്ന് അവർക്കറിയില്ല. പക്ഷേ പരലോകത്ത് ചെന്നപ്പോൾ അവർക്ക് അള്ളാഹു എളുപ്പമാണ് പ്രദാനം ചെയ്തത്. കണ്ടോ, ഇവിടെ പറഞ്ഞില്ലേ, ഫവക്കാഹുമുല്ലാ, അള്ളാഹു അവരെ കാത്തു രക്ഷിച്ചു. ഷർറ, നാശത്തിൽ നിന്ന്. ദാലിക്കൽ യൗമി, ആ ദിവസത്തിൻ്റെ. വലഖാഹും, അവൻ അവർക്ക് നൽകുകയും ചെയ്തു. നെളിറത്തൻ, പ്രസന്നത. വസുറൂറ, സന്തോഷവും. ഇതൊക്കെ എന്തുകൊണ്ടാണ് അവർക്ക് ലഭിച്ചത്? എന്തുകൊണ്ടാണ് ലഭിച്ചത്? വജസാഹും, അവൻ അവർക്ക് പ്രതിഫലമായി നൽകി. ബിമാ സ്വബറു, അവർ ക്ഷമ പാലിച്ചു. അതുകൊണ്ട് ഇവിടെ ക്ഷമ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ക്ഷമ പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന്, മക്കയിൽ, മദീനയിൽ അന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചിരുന്നു. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവർക്ക് പലായനം ചെയ്ത് മറ്റൊരു പ്രദേശത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഇസ്ലാം സ്വീകരിച്ചു, അതുമാത്രമാണ്. ഇന്നത്തെ ലോക മുസ്ലിങ്ങൾ, ഫലസ്തീൻ അടക്കം ഏത് പ്രദേശത്ത് എവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളാണെങ്കിലും അവരും പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇരയാക്കപ്പെടുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ഇസ്ലാമോഫോബിയ അതിവിടെ വ്യാപകമാണ്. പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമുണ്ട്. നമുക്കെതിരെ ഇല്ലാത്ത വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നു. എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം നമ്മൾ മുസ്ലിങ്ങളായി എന്നത് മാത്രമാണ്. ഇതിനൊക്കെ ക്ഷമയോടെ തരണം ചെയ്ത്, അതാണ് സ്വബർ. ഇനി സ്വബർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഒരു സ്വബർ, വ്യക്തി ജീവിതത്തിലും സ്വബർ വേണം. അതെങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ രോഗമായിട്ട് വരാം, സാമ്പത്തിക തകർച്ചകളായിട്ട് വരാം, പല രൂപത്തിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കാം. ആ പരീക്ഷണങ്ങളെ സ്വബർ, അതിജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. സ്വബർ എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക എന്നാണ്, ഓവർകം. അതിനെ മറികടക്കുക എന്നാണ് സ്വബർ എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ മിണ്ടാതിരിക്കുക എന്നല്ല.
മൗനം പാലിക്കുക എന്നല്ല. നമ്മൾ സൊബർ എന്ന് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? സൊബർ എന്ന് കേൾക്കുമ്പോൾ എന്ത് വന്നാലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക അല്ല, അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നാ. പ്രശ്നങ്ങളെ മറികടന്ന് ആ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നവരാണ് സൊബറുള്ളവർ. അല്ലാത്തവർ ഭീരുക്കളാണ്. എങ്ങനെ? പ്രശ്നങ്ങൾ വരുമ്പോൾ ഡള്ളായിട്ട് അല്ലെങ്കിൽ ഒരു മൂലക്കെ ഒതുങ്ങിക്കൂടുന്നവരുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു മൂലക്കെ ഒതുങ്ങിക്കൂടുന്നവർ ഭീരുക്കളാണ്. അവിടെ ഈ വാക്ക് ഫിറ്റല്ല. മറിച്ച് അതിനെ ഓവർകം ചെയ്ത് പോവുകയാണ്, മറികടന്ന് പോവുകയാണ്. ചില ആളുകൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യും. അത് ഭീരുത്വമാണ്, അത് മറികടക്കാൻ പറ്റാതെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുന്നത് ക്ഷമാശീലർക്കാണ്. അള്ളാഹു നിശ്ചയിച്ച ആയുസ് വരെ സൊബറോടെ പിടിച്ചു നിന്ന് ജീവിക്കുക, അതാണ് വിജയം. ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച ഒരു ആയുസ് ഉണ്ടല്ലോ, അതുവരെ എന്തു വന്നാലും എന്ത് പ്രശ്നം വന്നാലും മറികടന്ന് അതിജീവിച്ച് സൊബറോടെ മുന്നോട്ട് പോവുക. അവർക്കാണ് ഈ പ്രതിഫലം കിട്ടുക. അപ്പോൾ അടിവരായിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. നമ്മൾ സൊബർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത് എന്താ? നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് സൊബർ എന്ന് പറഞ്ഞാൽ. അല്ല, അതിജീവനത്തിൻ്റെ പേരാണ് സൊബർ. ജന്നത്ത് അവർക്ക് അള്ളാഹു നൽകാൻ പോകുന്നത് സ്വർഗ പൂന്തോപ്പാണ്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം. ഹരീറ എന്ന് പറഞ്ഞാൽ പട്ട് കൊണ്ടുള്ള വസ്ത്രത്തിനാണ് പറയുന്നത്, പട്ടുടുപ്പ്. ഹരീർ എന്ന് പറഞ്ഞാൽ പട്ടുകൊണ്ടുള്ള ഉടുപ്പും. അഥവാ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ പട്ടുകൊണ്ടുള്ള ഉടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഏറ്റവും മുന്തിയ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സ്വർഗ പൂന്തോപ്പിൽ അവർക്ക് പ്രസന്നരായിട്ട് സന്തോഷവാന്മാരായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു കൊടുക്കുന്നു. ഇനി അള്ളാഹു ആ സ്വർഗത്തെ ഇങ്ങനെ വർണ്ണിക്കുക, നമുക്ക് നോക്കാം. മുത്തഖിഈന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറ. മുത്തഖിഈന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നവർ, മുത്തഖിഈന ചാരി കിടക്കുന്നവർ. ഫീഹ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിൽ, അലൽ അറായിക്ക് എന്ന് പറഞ്ഞാൽ ചാരു മഞ്ചങ്ങൾ. പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ പ്രത്യേകമായ രാജസിംഹാസനത്തിൽ ചാരിയിരിക്കുന്നു, പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ അവർ ചാരി കിടന്ന് സുഖിക്കുന്നു. അതിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞൊരു വാക്കാണ്. ഇന്നിപ്പോൾ അത് പ്രസക്തമാവണമെന്നില്ല. കാരണം ഇന്നിപ്പോൾ ഈ ചാരുമഞ്ചം അതിനേക്കാൾ വലിയ വേറെ സംഗതികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സ്വർഗത്തിൽ അവരനുഭവിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്. ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടക്കുന്നവർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ ഈ ചാരുമഞ്ചം പറയുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ യുക്തി? എവിടെ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞാലും അവിടെ മുത്തഖിഈന എന്ന ഒരു പ്രയോഗം ഉണ്ടായിരിക്കും. മുത്തഖിഈന ഫീഹ അലൽ അറായിക്കി, ചാരുമഞ്ചങ്ങളിൽ അവർ ചാരിയിരിക്കുന്നു. എന്തായിരിക്കും അതിൻ്റെ ഒരു യുക്തി? എന്തായിരിക്കും? സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്നു. ഒരു യുക്തി അതിൻ്റെ പുറകിലുണ്ട്. ദുനിയാവിൽ അവർക്കൊന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഈ ദുനിയാവിൽ അവർ കഷ്ടപ്പാടിലാണ്. പടച്ചവൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഓടി നടന്ന് കൈയും കാലൊക്കെ വേദനിച്ച് ഒന്ന് ഉറങ്ങാനോ ഒന്ന് ഇരിക്കാനോ അവർക്ക് പറ്റിയിട്ടില്ല. അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഫുൾ ടൈം വർക്കിലാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള ഓട്ടത്തിലാണ്. അത് കുടുംബകാര്യമാകട്ടെ സാമൂഹ്യ കാര്യമാകട്ടെ. ഇവിടെ ആദ്യം പറഞ്ഞല്ലോ, എന്ത് ചെയ്താലും പടച്ചവൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അവർ ഓട്ടത്തിലാണ്. മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല.
വിശ്രമിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളവർ ശരിക്ക് വിശ്രമിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മുത്തക്കിഈന ഫീഹ അലൽ അറായിക് എന്ന പദപ്രയോഗം ധാരാളമായിട്ട് ഖുർആനിൽ കാണുന്നത്. അവർക്ക് റെസ്റ്റ് കിട്ടുന്നത്, അവരിങ്ങനെ ചാരി കിടക്കുക. നിങ്ങൾ ആലോചിക്ക്, എല്ലാ ടെൻഷനും മാറി, സ്വർഗം കിട്ടി, ആശങ്കകൾ മാറി. നമ്മളെ മനസ്സങ്ങനെയല്ലേ? എന്താണ് പടച്ചവനെ, സ്വർഗം കിട്ടുമോ? കിട്ടി, എല്ലാം കിട്ടി. ആശങ്കയും പ്രയാസവും സങ്കടവും ബേജാറും ദുഃഖമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒന്ന് ഇരിക്കാൻ തോന്നും. ആ ഇരിപ്പിന് അതിൻ്റേതായൊരു സുഖമുണ്ട്. അവരിങ്ങനെ ചാരി കിടക്കും. അലൽ അറായിക് ലാ യറൗന, അവർ കാണുകയില്ല, ഫീഹ അതിൽ, ശംസൻ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ ചൂട്. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആ താപം, സൂര്യൻ്റെ ചൂട്, വെയിലുണ്ടാവില്ല. വലാ സംഹരീറ, സംഹരീറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിശൈത്യം എന്നാണ്. അതിശൈത്യം. അപ്പോൾ ചൂടോ അതിശൈത്യമോ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കൊടും തണുപ്പില്ല, കൊടും ചൂടില്ല, ഒരു മിതോഷ്ണ മേഖല, നല്ല ഒരു കുളിർമയുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ. അത് വലിയ കൊടും തണുപ്പല്ല, കൊടും ചൂടല്ല, അത് മിതോഷ്ണ മേഖലയാണ്. അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട്, മൈൻഡ് ഫ്രീ ആയിട്ട്, ഒരു ടെൻഷനുമില്ലാതെ, മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, അവരിങ്ങനെ ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടക്കുന്നു. അവരുടെ മുഖത്ത് നിനക്ക് പ്രസന്നത കാണാം, നിനക്ക് സന്തോഷം കാണാം. എത്ര മനോഹരമായൊരു വർണ്ണനയാണ് സ്വർഗത്തെ സംബന്ധിച്ച്. ഇനി അടുത്ത ആയത്ത് കൂടി. വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല. വദാനിയത്തൻ, ദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു. അലൈഹിം, അവർക്ക് മീതെ, അവർക്ക് മീതെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന മരത്തിൻ്റെ കൊമ്പുകളാണ്. ഇങ്ങനെ അടുത്ത്, അവർക്ക് അടുത്ത് നിൽക്കുന്നു. ലിലാലുഹ, അതിലെ നിഴല് എന്ന് പറഞ്ഞാൽ ആ മരച്ചില്ലകൾ അവർക്ക് അധീനമാക്കപ്പെട്ടതാണ്. ഞാൻ ഒന്നൊരു പറയാം. സ്വർഗത്തിലെ തണല് അവർക്ക് മീതെ ഇങ്ങനെ താണ് കിടക്കും. ലിലാല് എന്ന് പറഞ്ഞാൽ തണല്. ദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താണ് കിടക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ തണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ മരങ്ങളാണ്. മരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴവർഗ്ഗങ്ങൾ ഉള്ള, നല്ല ഫലങ്ങളുള്ള മരങ്ങളാണ്. ആ മരങ്ങൾ അവർക്ക് മീതെ താണ് കിടക്കുന്നു. എൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച്, രസമായിരിക്കും അത് കാണാനായിട്ട്. ഒരു വലിയ മാവ്, അതിൻ്റെ മുകൾ ഭാഗത്ത് കുറേ മാമ്പഴമുണ്ട്, അത് കയറി പറിക്കണ്ടേ? ഇതങ്ങനെയല്ല, ചെറിയ മാവ്, അതിങ്ങനെ അതിൻ്റെ ചില്ലകളിങ്ങനെ താഴ്ത്തി നിറച്ച് മാമ്പഴം ഇങ്ങനെ കിടക്കുക. കൈകൊണ്ട് ഇങ്ങനെ പറിക്കാം, പറിച്ച് തിന്നാം. അത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. ഇവിടെ പറയുന്നത് മാമ്പഴത്തെ സംബന്ധിച്ചല്ല, മറിച്ച് സ്വർഗത്തിലെ തണലുകൾ എന്നാ പറഞ്ഞത്. തണൽ, ലിലാല്. അപ്പോൾ ലിലാല് കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വർഗീയമായ പഴവർഗ്ഗങ്ങൾ കാച്ചു കിടക്കുന്ന, കുലച്ചു കിടക്കുന്ന മരച്ചില്ലകളാണ്. അത് അവരെന്ത് ചെയ്യുന്നു? സദാ ഇങ്ങനെ പറിച്ച് തിന്നുന്നു. അതിൻ്റെ താഴെ കണ്ടോ? താഴെ വരുമ്പോൾ ആയത്തെങ്ങനെ? വദുല്ലിലത്ത്, ദുല്ലിലത്ത് എന്ന് പറഞ്ഞാൽ അത് അധീനമാക്കപ്പെട്ടിരിക്കുന്നു. ഖുതൂഫുഹ, അതിലെ പഴങ്ങൾ, തദ്ലീല, ഒരു അധീനമാക്കൽ. അതായത് അത് ആരോടും ചോദിക്കണ്ട, എപ്പോൾ വേണമെങ്കിലും പറിച്ച് കഴിക്കാം. ഇതിപ്പോൾ ആരോടെങ്കിലും സമാധാനം ബോധിപ്പിക്കണ്ടേ? പറിക്കാമോ, പറിക്കാൻ പാടില്ലയോ, അവിടെ ഇതിന് ഒരു പെർമിഷൻ ഉണ്ടോ?
ഇന്നിപ്പോൾ നമ്മുടെ പ്രശ്നം അതല്ലേ, പെർമിഷൻ. വീട്ടിലാണെങ്കിൽ കാർന്നോമാർ ഇവർ ഇതൊന്നുമില്ല. എപ്പോഴും അതാണ് അതിൻ്റെ അർത്ഥം. ഏത്? ദുല്ലിലത്ത്, അധീനമാക്കപ്പെട്ടിരിക്കുന്നു. അതെപ്പോൾ വേണമെങ്കിലും, ഞാൻ എപ്പോഴാണ് ആഗ്രഹിക്കുന്നത് അപ്പം വേണമെങ്കിൽ അത് പറിച്ചു കഴിക്കാം. അതുപോലെ സ്വർഗീയമായ പഴങ്ങൾ അവർക്ക് മീതെ തണൽ വിരിച്ചിരിക്കുന്നു. ഇനി അടുത്ത ആയത്ത്, വയുതാഫു അലൈഹിം ബിആനിയതിൻ മിൻ ഫില്ലത്തിൻ വഅക്വാബിൻ കാനത് ഖവാരീറ. വയുതാഫു അലൈഹിം, അവർക്ക് അവരുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുതാഫു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. ആരാണ്? അലൈഹിം, അവർക്കിടയിൽ, ബി ആനിയത്ത്, പാത്രങ്ങളുമായിട്ട്. പാത്രങ്ങൾ എങ്ങനെയുള്ള പാത്രങ്ങൾ? മീൻ ഫില്ലത്ത്, സ്വർണത്തിൻ്റെ, സ്വർണമല്ല വെള്ളി കൊണ്ടുള്ള പാത്രം. ഫില്ലത്ത് എന്ന് പറഞ്ഞാൽ വെള്ളി. അക്വാബ്, അക്വാബ് എന്ന് പറഞ്ഞാൽ കൂബ്, കോപ്പ എന്ന് പറഞ്ഞാൽ കപ്പ്, കോപ്പ. അതെ, കൂബിൻ്റെ ജം ആണ് അക്വാബ്. കാനത്ത്, അതായിരിക്കുന്നു, അവയായിരിക്കുന്നു. ഖവാരീറ, ഖവാരി എന്ന് പറഞ്ഞ സ്ഫടികം, സ്ഫടികത്തിൻ്റെ കോപ്പകളും ആയിട്ട്, വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമായിട്ട് ഇങ്ങനെ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങുന്നു, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഈ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, അതിൻ്റെ അകത്ത് കുടിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. വെറും പാത്രം കിടന്ന് കറങ്ങുകയല്ല ചെയ്യാം. വെറുതെ ഇങ്ങനെ പാത്രം കിടന്ന് കറങ്ങുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൻ്റെ അകത്ത്, ആ കോപ്പയിൽ അവർക്ക് കഴിക്കാനുള്ള വിഭവങ്ങളുണ്ട്, കുടിക്കാനുള്ള പാനീയങ്ങളുണ്ട്, അല്ലേ? കഴിക്കാനും കുടിക്കാനൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, അതിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം. ഒന്നിച്ചു പറയുമ്പോൾ എങ്ങനെയാണ്? വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളും സ്ഫടികം കൊണ്ടുള്ള കോപ്പകളും അവർക്ക് മുമ്പിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ചുറ്റിക്കറങ്ങുക എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് വെള്ളം കുടിക്കാം, അതിൽ എന്ത് വേണമെങ്കിലും കഴിക്കാം. മുന്തിയ തരം സ്വർഗീയ പാനീയം അവർക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത് നോക്കാം, അതിൻ്റെ ബാക്കിയാണ്. കാരണം അത് എടുത്താലേ പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു വിഷയം ഇങ്ങനെ പറഞ്ഞ് തീരണ്ടേ. അടുത്തൂടെ നോക്കാം. അടുത്തായത് ഇങ്ങനെയാണ്, ഖവാരീറ മിൻ ഫില്ലത്ത്, അതായത് സ്ഫടികങ്ങൾ, മിൻ ഫില്ലത്ത്, വെള്ളി കൊണ്ടുള്ള സ്ഫടികങ്ങളാണ്. സാധാരണ ലോക്കൽ സ്ഫടികമല്ല എന്നർത്ഥം. ആ സ്ഫടികത്തിൻ്റെ പ്രത്യേകത മിൻ ഫില്ലത്താണത്, വെള്ളി കൊണ്ടുള്ള സ്ഫടികം. ഖദ്ദറൂഹ തഖ്ദീറ, അതിനെ പടച്ചവൻ കണക്കാക്കി വച്ചിരിക്കുന്നു. എന്തൊക്കെയാ പറയുന്നപ്പോൾ? എന്താണ് അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവർക്ക് കിട്ടുന്ന ആദരവ് എന്താണ്? സ്ഥാനം എന്താണ്? പദവി എന്താണ്? അവർ കുടിക്കുന്ന കപ്പ് തന്നെ വെള്ളി കൊണ്ടുള്ള സ്ഫടികം. അവർ കുടിക്കുന്ന സ്വർഗീയ പാനീയങ്ങൾ എന്തൊക്കെ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്ര വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നു. അപ്പം അള്ളാഹു അതിനെ കണക്കാക്കി വച്ചിരിക്കുക. ഖദ്ദറൂഹ, അവൻ അതിനെ കണക്കാക്കി വച്ചിരിക്കുന്നു. തഖ്ദീറ, ഒരു കണക്കാക്കൽ. അടുത്തപടി, വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സഞ്ചബീല. യുസ്ഖൗന, അവർക്ക് കുടിക്കാനായിട്ട് നൽകപ്പെടും. ഫീഹ, ആ സ്വർഗത്തിൽ. കഅസൻ, ഒരു കോപ്പ. കാന, ആയിരിക്കും. മിസാജുഹ, അതിൻ്റെ ചേരുവ. സഞ്ചബീൽ, ആയിരിക്കും. സഞ്ചബീൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കാണ് പറയുക. സഞ്ചബീല എന്ന് പറഞ്ഞാൽ ഇഞ്ചി എന്നാ പറയുക. ഇഞ്ചിയെല്ലാം ചേർത്ത ഒരു നല്ല, നമ്മുടെ ലോക്കൽ ഇഞ്ചിയൊന്നും അല്ല അത്. അത് പ്രത്യേക തരം
തയ്യാറാക്കപ്പെട്ട ഒരു ഇഞ്ചിയാണ്. അങ്ങനത്തെ ഇഞ്ചിയെല്ലാം ചേർത്ത പ്രത്യേക ചേരുവ, ഈ മിസാജ് എന്ന് പറഞ്ഞാൽ ചേരുവ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്ന ആ സംഗതി, അത് കൂട്ട്, അതെ, രുചിക്കൂട്ട്, ആ കൂട്ട് അത് സഞ്ചബീലാണ്. അങ്ങനെയുള്ള പ്രത്യേകതരം ഒരു പാനീയം കോപ്പയിൽ, ഒരു പ്രത്യേകതരം കോപ്പയിൽ അവർക്ക് നൽകപ്പെടും. ഇനി എന്താണ് സഞ്ചബീൽ? ആ താഴെ ഐനൻ ഫീഹ തുസമ്മ സൽസബീല, അത് ഈ സഞ്ചബീൽ എന്ന് പറഞ്ഞ ഒരു അരുവിയാണ്. ഐൻ എന്ന് പറഞ്ഞ അരുവി, ഫീഹ അതിലെ, ആ സ്വർഗത്തിലെ ഒരു അരുവിയാണ്. തുസമ്മ അതിന്, ആ അരുവിക്ക് പേര് നൽകിയിരിക്കുന്നു സൽസബീല, സൽസബീൽ എന്ന്. അള്ളാഹു സൽസബീൽ എന്ന് പേര് കൊടുത്ത പ്രത്യേകമായ ഒരു അരുവിയുണ്ട്. ആ അരുവിയിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുക്കുന്നു. ആ വെള്ളത്തിലാണ് സഞ്ചബീലൊക്കെ ഉള്ളത്. അപ്പോൾ സൽസബീൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അരുവി. സഞ്ചബീൽ എന്ന വാക്കിന് ചുക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. ചുക്ക് ചേർത്ത എന്നൊക്കെ പറയാം. അത് നമ്മൾ ലോക്കലായിട്ട് കാണേണ്ടതില്ല. ആ സ്വർഗത്തിലെ ഒരു പ്രത്യേക തരം, കാരണം ഈ ദുനിയാവിലുള്ളതല്ല സ്വർഗത്തിലുള്ള, അത് മാത്രമേ മനസ്സിലാക്കിയാൽ മതി. ദുനിയാവിലുള്ളതല്ല സ്വർഗത്തിലുള്ളത്. ദുനിയാവിലുള്ളതിൻ്റെ രൂപവും ആകൃതിയൊക്കെ ഉണ്ടാകാം, പക്ഷെ ഗുണത്തിലും ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. ഇത് ഖുർആനിൽ വേറെ ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയും. ഇവിടെ നോക്കി നിങ്ങളിങ്ങനെ അവർക്ക് കോപ്പ, വേറെ തരം പ്രത്യേകതരം പാത്രങ്ങൾ, അങ്ങനെയൊക്കെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് നൽകുന്ന ആദരവാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ ചായ കുടിക്കുന്ന ഒരു പാത്രം ഉണ്ടാവും, അതിലവർക്ക് ചായ കൊടുക്കില്ലല്ലോ. നമ്മൾ ഗസ്റ്റിന് എന്ത് ചെയ്യുന്നു? പ്രത്യേകമായിട്ട് ഗസ്റ്റിന് വേണ്ടി നമ്മളൊരു ഒരു ചായ സൽക്കാരം നടത്താനായിട്ട് ഒരു കോപ്പ തയ്യാറാക്കി വച്ചിട്ടുണ്ടാവും. എന്താ അതിൻ്റെ കാരണം? നമ്മൾ കുടിക്കുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ കൊടുത്തുകൂടെ? ഇനി ആ വരുന്ന ഗസ്റ്റ് വിശിഷ്ട അതിഥിയാണെങ്കിലോ കുറച്ചുകൂടി നല്ല ഒരു പാത്രത്തിൽ. എന്താ അതിൻ്റെ പ്രത്യേകത? നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ കൊടുത്തുകൂടെ? അത് ഒരു അതെ കറക്റ്റ്, ആതിഥ്യ മര്യാദയാണ്. നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ കൊടുത്താലും അയാൾ കഴിച്ചോളും. പക്ഷെ അതല്ല അതിൻ്റെ ശരി. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ കൊടുത്താൽ ആൾ കുടിക്കും. പക്ഷേ ഇത് പടച്ചവൻ അവൻ്റെ യഥാർത്ഥ ദാസന്മാരെ ഇവിടെ ആദരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ പ്രത്യേകമായ പാത്രത്തിൽ വെള്ളം, പ്രത്യേകമായ പാത്രത്തിൽ ഭക്ഷണം. ഇങ്ങനെ അവിടെ ഒരു അത്ഭുതകരമായ, ഇപ്പോൾ പുതിയ കല്യാണങ്ങളൊക്കെ നടത്തുന്ന ഇപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വിഭവങ്ങളിങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുക. ഞാനതിനെ അനുകൂലിച്ച് പറയുന്ന ആളല്ല. പക്ഷേ എന്തിനാണത്? അതിഥികളെ, വരുന്നവർക്ക് ഏത് വേണം തിരഞ്ഞെടുത്തോട്ടെ. അപ്പോൾ ആതിഥ്യമാണ്. അതിഥികൾക്ക് ഇഷ്ടംപോലെ വിഭവങ്ങളിങ്ങനെ ഒരുക്കി വച്ചിരിക്കുക. ഇപ്പോൾ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് വിഭവങ്ങൾ. പടച്ചവൻ അവൻ്റെ മലക്കുകൾ വന്നിട്ട് ഇഷ്ടം പോലെ കഴിച്ചോളൂ, തിന്നോളൂ, കുടിച്ചോളൂ. ഈ ലോകത്തെ സത്യവിശ്വാസികൾ ആക്ഷേപിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തെ സത്യവിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്. ഈ ലോകത്ത് ഇപ്പോൾ ലക്ഷക്കണക്കിന് സത്യവിശ്വാസികൾ ഇപ്പോൾ തടവറയിൽ കിടക്കുകയാണ്. വിധവകളായ അവരുടെ ഭാര്യമാർ വീട്ടിൽ കണ്ണീരും കയ്യുമായി ജീവിക്കുന്നു. അവരുടെ ഉമ്മമാർ പ്രാർത്ഥനയിലാണ്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ, ചെറുപ്പക്കാർ അല്ലാത്തവർ പല രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇവിടെ അവർ ആക്ഷേപിക്കപ്പെടുന്നു. പീഡിതരും നിന്ദ്യരും നിസ്സഹായരുമാണ്. പക്ഷേ സ്വർഗത്തിൽ സത്യവിശ്വാസികൾ അഭിമാനത്തോടെയാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് ഈ പറഞ്ഞു വന്നത്. ഇവിടെ സത്യനിഷേധികൾ കൂത്താടുകയാണ്. അവർക്ക് എല്ലാ ആഡംബരമുണ്ട്, എല്ലാ വിഭവങ്ങളുമുണ്ട്. സത്യനിഷേധികൾ അവിടെ നിന്ദ്യരായിരിക്കും. അതിനെക്കുറിച്ചുള്ളൊരു വർണ്ണന കൂടിയാണ് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് സമയം കഴിഞ്ഞു, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. അപ്പോൾ ഈ പറയപ്പെടുന്ന സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ അബ്റാർ ആവണം.
ഇന്നൽ അബ്റാറ ലഫി നഈം. ഇന്നൽ അബ്റാറ എന്ന ആ പ്രയോഗം അതിലേക്ക് എത്താനായിട്ട് എനിക്കും നിങ്ങൾക്കും പരിശ്രമിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും. ഇത്ര വലിയ സ്വർഗത്തെ സംബന്ധിച്ചൊന്നും മനസ്സിലാക്കാതെ അള്ളാഹു എല്ലാം പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഇണകളെയും മാതാപിതാക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും അവരുടെ കുടുംബത്തെയും ഒക്കെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.